ഹലോ ഗൈസ്, ഇന്ന് നടക്കാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഹലോ ഗൈസ്, എന്തെങ്കിലും പറ. ഇവിടെ എല്ലാരും ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെക്കായി നിൽക്കുന്ന ആള്. പിന്നെ ധർമ്മശാല ചുറ്റി കാണാം. ചെയ്യാൻ പോവാണ്. എന്താ പറയാ, ധർമ്മശാല എത്തിയപ്പോ പറശ്ശിനി എത്താറായി. നമ്മളിപ്പോ നടന്നുകൊണ്ട് പറശ്ശിനിയിലേക്ക് എത്താന്നുള്ള ഒരു രീതിക്കാണ്. അപ്പൊ നമ്മളിത് എന്തൊക്കെയോ കാണുന്നുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയാന്നറിയില്ല. നടന്ന് നടന്ന് നമ്മൾ എങ്ങോട്ടോ ഒത്തിരി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. നല്ല തിരക്കുള്ള റോഡാണേ. ഇങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല കേട്ടോ. നല്ല സ്ഥലമാണ്, കാണാൻ നല്ല സ്ഥലമാണ്. സിത്താരേ പഴയകാല പുല്ല് പിടിച്ചു പോയി. ആ പോകുന്നത് കാർബൺ ആണേ. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടാ. അതൊന്നും സംഭവം നോക്കൂ ഗൈസ്, ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആണ്. ഗൈസ്, ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആണ്, വലിയ പൊല്യൂഷൻ ആണ്. നോക്കൂ, നമ്മൾ അവസാനം നടന്ന സ്നേക്ക് പാർക്കിലേക്ക് എത്തി. നിങ്ങൾ കാണുന്നുണ്ടോ സ്നേക്ക് പാർക്ക്? വളരെ സന്തോഷം തോന്നുന്നു ഗൈസ്. അവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. ഒരു സമാധാനത്തിന്റെ ഒരു പാത പോലെ. അതെ, വീടിന്റെ കുട്ടികളാണ്, ആരും പറയില്ലേ. നമ്മൾ അവസാനം എത്തിയിരിക്കുന്നു. സ്നേക്ക് പാർക്ക്. ഓ, ഇത് ഈ ടൈമിലുണ്ടാവും. 6 മണി വരെയാടാ നമ്മുടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മടങ്ങി പോവുകയാണല്ലേ. നമ്മൾ അറിയാണ്ട് നമ്മളെ അതെ അപ്പൊ ശരി, നമ്മൾ എത്തിയിട്ടാകുമ്പോ അതെ നമ്മൾ മടങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ചു പോകേണ്ടത് ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചു പോയാലും കണ്ണൂർ കാസർഗോഡ് പോകുന്നവർക്ക് അങ്ങോട്ട് 82 കിലോമീറ്റർ പോയാൽ മതി. പിന്നെ ധർമ്മശാലയ്ക്ക് ഇനി 1.5 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉള്ളൂ. തളിപ്പറമ്പ് 8 കിലോമീറ്റർ, ജസ്റ്റ് 8 കിലോമീറ്റർ. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ എന്താണ് വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പം, വീട്ടിലേക്ക് എല്ലാ റൂമിലേക്ക് മടങ്ങുമ്പം ഇത്രയും നേരമായി ഫുഡ് വരാൻ വെയിറ്റ് ചെയ്തു.